ദൈവസ്വരം കേട്ട് നസ്രത്തിലേക്ക് തിരുക്കുടുംബത്തെ നയിച്ചവനെ, ദൈവഹിതത്തെ പിൻചൊല്ലിടുവാൻ ഈശോയ്ക്കു മാതൃകയായവനെ, അനുസരണത്തിൻ നിദാനമേ, എളിമതൻ വിളനിലമായവനെ, സർവേശനേകിയ ദർശനങ്ങൾ പൂർണ്ണമായി പാലിച്ച പുണ്യവാനേ, തിരുസഭാമാതാവിൻ പാലകനെ, മക്കളാം ഇവരെ നീ ഓർക്കണമേ. പാലകന്റെ പാധേയം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോ, യേശുവിനായി ഈ ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുന്നു. ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോ, യേശുവിനായി ഈ ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ലോകത്തിൻ്റെ അവസാനത്തോളം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും അവിടുന്ന് ഞങ്ങളോടൊപ്പമുണ്ട് എന്ന ബോധ്യം നീ ഞങ്ങൾക്ക് തരണമേ. ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്ന് പറയുന്നത് സമ്പത്തോ ആരോഗ്യമോ ഉള്ള ഒരു വ്യക്തിയാകണമെന്നില്ല, മറിച്ച് ദൈവം കൂടെയുള്ള വ്യക്തിയാണ് എന്നുള്ള ബോധ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ. യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ എഴുതി, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളവൻ കർത്താവായ ഈശോ ലോകത്തിലുള്ള മുഴുവൻ ശക്തികളെക്കാളും വലുതാണ്.
ഓ ഈശോയെ, അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ള ബോധ്യം ഞങ്ങളിൽ അധികമായി ജനിപ്പിക്കണമേ. ആദിമസഭയിൽ ദൈവമക്കൾക്ക് ഈ ബോധ്യം അധികമായി ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ വിപരീതമായ ഏതൊരു സാഹചര്യത്തെയും അതിജീവിച്ചുകൊണ്ട് നിന്റെ സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞത്. എന്നാൽ ഇന്ന് ഞങ്ങളിൽ പലരും ദുർബലരാണ് എന്ന് നീ കാണണമേ. വിശ്വാസത്തിൽ ദുർബലരാണ്, വിശ്വാസം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാനും ദുർബലരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതം വല്ലാതെ ദുർബലമായി പോകുന്നു. ഈശോയെ, നീ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന ബോധ്യം ഞങ്ങളിൽ ഓരോരുത്തരിലും അധികമായി ജനിപ്പിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നിന്റെ ആത്മഫലമായ ആത്മദാനമായ ആത്മധൈര്യം കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും എല്ലാം നിറയ്ക്കട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കരുത്തുറ്റ മനുഷ്യരായിട്ട് മാറട്ടെ. അതെ, ലോകത്തിൽ നിങ്ങൾക്ക് പീഡനങ്ങൾ ഉണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുവൻ, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞ ഞങ്ങളുടെ കർത്താവിൻ്റെ വചനം എന്നും ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ. രോഗങ്ങളിലും പീഡനങ്ങളിലും വിപരീതമായ സാഹചര്യങ്ങളിലും വീഴ്ചകളിലും ഭീഷണികളുടെ മുമ്പിലും എല്ലാം കർത്താവേ, നീ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. നിനക്കൊപ്പം യാത്ര ചെയ്യുവാൻ ഓ ഈശോ, നീ ഞങ്ങളെ അനുവദിക്കണമേ. സ്നേഹത്തോടെ ഈശോയിലേക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും ശക്തി അവരുടെ ഒരു ശക്തിയുമല്ല, മറിച്ച് ഈശോ അവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ള ബോധ്യമായിരുന്നു. ഈശോ ഉള്ള ആളാണ് കൂടുതൽ ശക്തിയുള്ള വ്യക്തി. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന ബോധ്യം നീ ഞങ്ങളിൽ ജനിപ്പിക്കണമേ. സ്നേഹത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഈ ആത്മീയ യാത്ര, ഈ ആത്മീയ പോരാട്ടം ഏറ്റവും മനോഹരമാക്കി പൂർത്തിയാക്കുവാൻ ഈശോയെ നീ ഞങ്ങൾക്ക് കരുത്ത് തരണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. കർത്താവെ, ദുർബലമായി ഞങ്ങളുടെ പ്രകൃതിയെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. കർത്താവെ, പരാജയപ്പെട്ടു പോകുന്ന പ്രലോഭനങ്ങളിൽ തട്ട് വീണു പോകുന്ന ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് കരുത്ത് നീ തരണമേ. ധീരതയുള്ള മനുഷ്യരാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. സഭാപിതാക്കന്മാരെ ശക്തിയോടെയും ധീരതയോടെയും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഈ കാലയളവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ നീ അനുവദിക്കണമേ. ഈശോയെ നന്ദി പറയുന്നു, കർത്താവെ ആരാധിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ ആരാധന, കർത്താവെ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ ആരാധന. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാകുന്നു. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാകുന്നു. യേശു ഉള്ളിലുള്ളതാൽ അവൻ ദൈവമാകയാ ഞാൻ ഭയപ്പെടില്ല മേലിൽ. യേശു ഉള്ളിലുള്ളതാൽ അവൻ ദൈവമാകയാ ഞാൻ ഭയപ്പെടില്ല മേലിൽ. പ്രതിസന്ധികളുടെ ഓരോ സമയത്തും തിരുക്കുടുംബം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, നമ്മുടെ കൂട്ടത്തിൽ ഈശോ ഉണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഈശോ ഉണ്ട്. യാത്രക്കിടയിൽ പ്രാരാബ്ദങ്ങളുണ്ട് എങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഈശോ ഉണ്ട്. ചില സമയങ്ങളിൽ ഭക്ഷിക്കാൻ ഒന്നുമില്ല എങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നിത്യജീവൻ്റെ അപ്പമായി ഈശോ ഉണ്ട്. നമുക്കൊരുപാട് കഷ്ടതകളുണ്ട് എന്നത് ശരി തന്നെ, എങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഈശോ ഉണ്ട്. നമുക്കെതിരെ ഭീഷണികളുണ്ട് എന്നത് ശരി തന്നെ, എങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഈശോ ഉണ്ട്. അമ്മ മറിയവും യൗസേപ്പും മാറി മാറി ഞങ്ങളുടെ കൂട്ടത്തിൽ ഈശോ ഉണ്ട്, ഈശോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര മുന്നോട്ട് പോയതുപോലെ തന്നെ ഓ കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം നീ ഞങ്ങൾക്ക് തരണമേ. ഒന്നും ശരിയാകാതെ ഇരിക്കുന്നു എന്ന് തോന്നുമ്പോഴും ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ല എന്ന് തോന്നുന്ന ദിനങ്ങളിലും ഞങ്ങളോട് തന്നെ നീ പറയണമേ, ഞാൻ നിൻ്റെ കൂട്ടത്തിലുണ്ട് എന്ന്. അതെ, ഈശോ നിൻ്റെ കൂട്ടത്തിലുണ്ട്, ഈശോ നിൻ്റെ കൂട്ടത്തിലുണ്ട്. ആ ഈശോ നിന്നെ ബലപ്പെടുത്തും.
ഏതൊരു മരുഭൂമിയെയും അതിജീവിക്കുവാൻ, ഏതൊരു ചെങ്കടലിനെയും പിന്നിടുവാൻ, ഏതൊരു ജെറീക്കോ കോട്ട മറികടക്കുവാനും, ഏതൊരു പ്രതിസന്ധിയെ മറികടക്കാനും ഈശോ നിന്റെ കൂട്ടത്തിലുണ്ട്. ഓ ഈശോയെ, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ അതിൽ വളർത്തണമേ. ആത്മധൈര്യം ഞങ്ങൾക്ക് തരണമേ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാകുന്നു. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാകുന്നു. യേശു ഉള്ളിലുള്ളതാൽ അവൻ ദൈവമാകയാൽ ഞാൻ ഭയപ്പെടില്ല വീലിൽ. യേശു ഉള്ളിലുള്ളതാൽ അവൻ ദൈവമാകയാൽ ഞാൻ ഭയപ്പെടില്ല വീലിൽ. ഞാൻ ഭയപ്പെടില്ല വീലിൽ. സഹോദരങ്ങളെ, വിശുദ്ധ യൗസേപ്പ് പിതാവിനോടൊപ്പമുള്ള നമ്മളുടെ ഈ ആത്മീയ യാത്രയുടെ 26ാമത്തെ ദിവസമാണ് ഇന്ന്. ദൈവം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളെ നയിച്ച അവൻ്റെ വലിയ സ്നേഹത്തിനായി നമുക്ക് നന്ദി പറയാം. ഒരു പക്ഷേ എല്ലാ ദിവസവും ഒരുപോലെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഒരുപോലെ ശുശ്രൂഷയിൽ പങ്കുകാരാകാൻ കഴിഞ്ഞില്ല എങ്കിലും, സമയമനുസരിച്ച് കൂടുതൽ പ്രാർത്ഥിക്കാൻ മറ്റ് ദിവസങ്ങളിൽ നിങ്ങൾ സമയം കണ്ടെത്തുമല്ലോ. അങ്ങനെ ഏറ്റവും അനുഗ്രഹീതമായി ഈ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സ്നേഹത്തോടെ ശ്രമിക്കാം. ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് ധീരനായ വിശുദ്ധ യൗസേപ്പിനെ കുറിച്ചാണ്. ദൈവവചനം: ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചനം. ധീരതയുള്ളവർക്ക് വിശുദ്ധരാകുവാൻ കഴിയൂ. വെറുതെ എന്തിൻ്റെയും കീഴിൽ കീഴ്പ്പെടുന്നൊരു മനുഷ്യന് വിശുദ്ധനാകാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ പേര് ചൊല്ലുന്ന വിശുദ്ധനാവുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. ധീരതയുള്ളൊരു മനുഷ്യന് മാത്രമേ ഈ നാളുകളിൽ വിശ്വാസം ജീവിക്കുക സാധ്യമുള്ളൂ. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുറിച്ച് ആദ്യമായും ഒരുപക്ഷെ സഭയുടെ ചരിത്രത്തിൽ ഒരൊറ്റ ചാക്രിക ലേഖനം മാത്രമേ എഴുതപ്പെട്ടിട്ടുള്ളൂ. അത് ലിയോ 13-ാമൻ മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനമാണ്. ഒരു 3.5-4 പേജ് മാത്രമുള്ള ഒരു കൊച്ചു ലേഖനമാണ്. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസം വളരെ കാര്യമായി തണുത്തുറച്ചു പോയിരിക്കുന്നു. ഇത് അദ്ദേഹം എഴുതുന്നത് 1889-ലാണ്. സഹോദരങ്ങളെ, വിശ്വാസം കാര്യമായി കുറഞ്ഞു പോയിരിക്കുന്നു. നമ്മൾ നാളുകൾ കഴിഞ്ഞ് ഈ വർഷത്തിലേക്കൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ലോകത്തെ നോക്കിക്കാണുന്നത്? വിശ്വാസം ഒരുപാട് കുറയുന്നുണ്ട്. പ്രത്യാശ വല്ലാതെ താണു പോകുന്നുണ്ട്. സ്നേഹം വല്ലാതെ കൈമോശം വരുന്നുണ്ട്. ഈ സമയത്ത് വിശ്വാസികൾ വളർത്തിയെടുക്കേണ്ട വലിയ ഒരു ആത്മീയ മൂല്യമാണ് ധീരത, അല്ലെങ്കിൽ ആത്മധൈര്യം എന്ന് പറയുന്നത്. ധീരതയോടെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യേശു കർത്താവാണെന്ന് പറയാൻ കഴിയൂ. വിശുദ്ധമായ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയൂ. കർത്താവിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നിലകൊള്ളാൻ കഴിയൂ. അതുകൊണ്ട് ഈ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. വർദ്ധിപ്പിക്കുന്നവനായ യൗസേപ്പേ, ധൈര്യം എന്ന ആത്മീയ മൂല്യം എന്നിൽ വർദ്ധിപ്പിക്കണമേ. യൗസേപ്പിൽ എങ്ങനെയായിരുന്നു ഈ മൂല്യം കാര്യമായി ഉണ്ടായിരുന്നത്? അന്ന് ബേത്ലഹമിൽ നിന്ന് കുഞ്ഞിന് ജന്മമെല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് രായ്ക്കു രാമാനം ഈജിപ്തിലേക്ക് പോവുകയാണ്. പോകുന്ന സമയങ്ങളിലെല്ലാം അവൻ്റെ മുമ്പിൽ ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. ധാരാളം പേര് അവനെ കളിയാക്കുന്നുണ്ട്. കളിയാക്കൽ കേൾക്കുന്നത് അവൻ ആദ്യമായിട്ടൊന്നുമല്ല. ഭാര്യയായി, പ്രത്യേകിച്ചും വിവാഹത്തിൽ ഒരുമിച്ച് സഹവസിക്കുന്നതിന് മുമ്പേ ഗർഭിണിയായ ഒരു സ്ത്രീയെ വീണ്ടും കൂട്ടത്തിൽ പാർപ്പിച്ച് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന പലരും അവനെ കളിയാക്കിയതാണ്. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. അവൻ ഒന്നിനോടും മറുതലിച്ചില്ല. അവൻ കാര്യമായ മൗനം പാലിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, മൗനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇംഗിതത്തിന് വേണ്ടി ചിലർ സമ്പൂർണമായി സമർപ്പിക്കുന്നതിൻ്റെ അടയാളമാണ്. അത് ധൈര്യവും കൂടിയാണ്. സത്യത്തിൽ ബഹളമുണ്ടാക്കുന്നതല്ല ധൈര്യമെന്ന് കരുതുന്നത്,
നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലേ ധരിക്കുന്നത്. കൂടുതൽ ശബ്ദത്തിൽ സംസാരിക്കുന്നവർ ധൈര്യമുള്ളവർ. അവർ സത്യത്തിൽ പേടിച്ചിട്ടാണ് കൂടുതൽ ശബ്ദത്തിൽ സംസാരിക്കുന്നത്. നല്ല ധൈര്യമുള്ളവൻ അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും നല്ലൊരു ഉദാഹരണം ഈശോ പിലാത്തോസിൻ്റെ മുമ്പിലിരിക്കുന്ന സമയത്താണ്. ഈ ജനങ്ങൾ മുഴുവൻ, പിലാത്തോസ് ചോദിക്കുകയാണ്, എത്ര കുറ്റങ്ങളാണ് നിന്റെ പേരിൽ എല്ലാവരും ചുമത്തുന്നത്, നിനക്കൊന്നും പറയാനില്ലേ? അവൻ മിണ്ടിയില്ല. യേശു മിണ്ടിയില്ല. തൊട്ടടുത്ത വചനമായി സുവിശേഷകൻ ഇങ്ങനെ എഴുതി ചേർത്തു, യേശുവിൻ്റെ മൗനം ദേശാധിപതിയുടെ മനസ്സിനെ തകർത്ത് കളഞ്ഞുവെന്ന്. ഇതാ യേശുവിൻ്റെ മൗനം ദേശാധിപതിയുടെ മനസ്സിനെ തകർത്ത് കളഞ്ഞുവെന്ന് എന്ന് പറഞ്ഞാൽ അവൻ്റെ മൗനത്തിന് 1000 വാക്കിനേക്കാൾ പ്രഭയും പ്രൗഢിയും ശക്തിയും ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ യൗസേപ്പ് യാത്രകൾക്കിടയിൽ ഒട്ടേറെ കളിയാക്കലുകൾ ഏൽക്കേണ്ടതായിട്ട് വന്നു. ഈജിപ്തിൽ അദ്ദേഹം ചെന്നു കഴിഞ്ഞപ്പോൾ, കുഞ്ഞുമായി ചെന്നു കഴിഞ്ഞു. അവിടെ ജീവിതത്തിൽ ഒട്ടേറെ കഷ്ടതകളുണ്ട്. ചിലർ പറഞ്ഞു, സ്വദേശത്ത് നിങ്ങൾ എന്തോ സ്വീകാര്യമല്ലാത്തത് ആ ദേശത്തിനെതിരെ ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ ഈ കുഞ്ഞും ഈ അമ്മയുമായി ദേശത്തേക്ക് വന്നത്. യൗസേപ്പ് മിണ്ടിയില്ല. യൗസേപ്പ് അതിനെയെല്ലാം ഏറെ സ്നേഹത്തോടെയും ഏറെ ധീരതയോടുകൂടി നേരിട്ടു. മാത്രവുമല്ല, അവിടെ വന്ന് തീർത്തും ദുർബലനായിട്ടല്ല യൗസേപ്പ് ജീവിക്കുന്നത്. മറിച്ച് താൻ പഠിച്ച ജോലി ഏറ്റവും മനോഹരമാക്കിക്കൊണ്ട് അദ്ദേഹം ആ ദേശത്തെയും ഏറ്റവും നല്ലൊരു ആശാരിയായിട്ട് മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നസ്രത്തിലെ ഏറ്റവും നല്ല ആശാരിയായി അറിയപ്പെടുന്ന യോസഫ് ഈജിപ്തിലെയും ഏറ്റവും നല്ല ആശാരിയായി മാറി. ഈജിപ്തിൽ പോലും ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നതിനനുസരിച്ച് ആ നാട്ടിലെ ദേശത്തിലെ അധിപന്മാർക്ക് ഏറ്റവും നല്ലതെന്തെങ്കിലും പണിയണമെങ്കിൽ നസ്രത്തിൽ നിന്ന് കുടിയേറി പാർത്തിരിക്കുന്ന ആശാരിയായ യൗസേപ്പിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. വളരെ ധീരതയോടെയും ശക്തിയോടെയും കൂടി ജീവിച്ച ആളാണ് നമ്മുടെ യൗസേപ്പ്. ചിലപ്പോഴെങ്കിലും ചില ചിത്രങ്ങളിൽ യൗസേപ്പിനെ വളരെ പ്രായപൂർത്തി വന്നൊരു മനുഷ്യനായിട്ടാണ് കാണിക്കാറുള്ളത്. അതിനെക്കുറിച്ച് പലരും പറയുന്നത് ഇങ്ങനെയാണ്. പ്രത്യേകിച്ചും ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്യൻ, സെയിൻറ്റ് ഹോസെ മരിയ എന്നുള്ള വിശുദ്ധാത്മാക്കളൊക്കെ പറയും, സത്യത്തിൽ അത് ആദിമകാലങ്ങളിൽ ചില സഭാപിതാക്കന്മാർ ഇങ്ങനെ ചിന്തിക്കും, മാതാവിൻ്റെ പരിശുദ്ധിയെ സൂക്ഷിക്കാൻ ഒരു കാരണവരായ ഒരു യൗസേപ്പിനെ കൊടുക്കുന്നതാണ് നല്ലതെന്ന്. പിന്നീട് യൗസേപ്പിതാവിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളും ധ്യാനങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് മനസ്സിലാകുന്നത്, ഒരിക്കലും ദൈവപിതാവ് വളരെ പ്രായപൂർത്തി വന്ന, ഈശോ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഓർമ്മശക്തി ചത്തുപോയതുകൊണ്ട് അയ്യോ ഞാൻ മറന്നുപോയല്ലോ എന്ന് പറയുന്ന ഒരു പിതാവിനെ കൊടുക്കുമോ? മാത്രവുമല്ല, ഈജിപ്തിലേക്ക് രായ്ക്കുരാമാനം ഓടിപ്പോകണമെങ്കിൽ, പറയുന്ന സമയത്ത് മടങ്ങി വരണമെങ്കിൽ, കുഞ്ഞിനെയും അമ്മ മറിയത്തെയും സംരക്ഷിക്കണമെങ്കിൽ ധീരതയും ശക്തിയുമുള്ള ഒരു പിതാവിനെ കൊടുക്കണ്ടേ? ഉച്ച കഴിഞ്ഞ് ഭക്ഷണത്തിന് ശേഷം മണിക്കൂറുകൾ കിടന്നുറങ്ങേണ്ടി വരുന്ന ഒരാളെയാണോ സത്യത്തിൽ ഭർത്താവായി മറിയത്തിന് കൊടുക്കുന്നത്, ഈശോയ്ക്ക് പിതാവായിട്ട് കൊടുക്കുന്നത്? അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ ഇപ്പോൾ പറയുന്നത്, ഒരിക്കലും അങ്ങനെയല്ല. പ്രായപൂർത്തി അധികമൊന്നുമില്ലാത്ത, ഏതാണ്ട് മറിയത്തേക്കാൾ അധികം പ്രായവ്യത്യാസമില്ലാത്ത, ചുറുചുറുക്കുള്ള, ഒട്ടേറെ വർക്കുകൾ ഏറ്റെടുത്ത് നടത്തുന്ന, കുടുംബത്തെ മനോഹരമായി പോറ്റുന്ന ധീരനും ശക്തനുമായൊരു പിതാവാണ് നമ്മുടെ വത്സലതാതനായ അനുഗ്രഹീത താതനായ യൗസേപ്പിതാവ്. യൗസേപ്പിതാവിൻ്റെ ധീരത അവൻ്റെ മകനും ഒരുപാട് പകർന്നു കൊടുത്തു. മകനായ ഈശോയ്ക്ക് ധാരാളമായി പകർന്നു കൊടുത്തു. ഒരു നാളിൽ ചിലർ കൂട്ടത്തിൽ വന്നിട്ട് അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈശോ നിന്നെ തേടി അവിടെ ഹെറോദേസ് ഇങ്ങനെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് നീ എവിടെയെങ്കിലും പോയി ഓടി രക്ഷപ്പെടണം. അവൻ പറഞ്ഞു, ആ കുറുക്കനോട് പറഞ്ഞേര് ഞാനിവിടെ ഉണ്ട് എന്ന്. എന്തൊരു ധീരതയാണത്! അപ്പൻ്റെ ധീരത വളരെ കാര്യമായി ഒപ്പിയെടുത്ത ഒരു മകനല്ലേ നമ്മുടെ ഈശോ. ധീരത, വിശ്വാസം കൊടുക്കാൻ ഈ കാലയളവിൽ ധാരാളം ആവശ്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ, നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ദേശങ്ങളിൽ, കർത്താവെന്ന് കേട്ടാൽ, കുരിശ് കണ്ടാൽ പകച്ചു വീഴുന്ന പിശാചിനെ പോലെ, പിശാച് കുരിശ് കണ്ടതുപോലെ നിലകൊള്ളുന്ന സംസ്കാരങ്ങളും കാലങ്ങളും പെരുകുന്ന കാലമാണ് നമ്മുടെ കാലം. ഇവിടെ വിശ്വാസം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ
ധീരത ധാരാളം ആവശ്യമുണ്ട്. നമ്മുടെ സഭാ നേതാക്കന്മാർക്ക് കോംപ്രമൈസുകളില്ലാതെ യേശുവിനെ രക്ഷകനായി പ്രഖ്യാപിക്കാൻ ധാരാളമായ ധീരത ആവശ്യമുണ്ട്. വിവിധങ്ങളായ പൊളിറ്റിക്കൽ പാർട്ടികളുമായും സമൂഹങ്ങളുമായും ആവശ്യമില്ലാത്ത ബന്ധങ്ങളും കൂട്ടുകെട്ടുകൾക്കും പോകാതെ കർത്താവിൻ്റെ നിയമത്തിനും ചട്ടത്തിനും വേണ്ടി നിലകൊള്ളാൻ ധീരത ആവശ്യമുണ്ട്. ഈ ധീരപുരുഷനായ യൗസേപ്പിൻ്റെ മധ്യസ്ഥം സ്നേഹത്തോടെ ഞങ്ങളുടെ സഭാപിതാക്കന്മാർക്കെല്ലാം പകർന്നു കൊടുക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം. സഭാപിതാക്കന്മാർക്ക് മാത്രമല്ല, വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും, നമുക്ക് ഓരോരുത്തർക്കും ആത്മധൈര്യം എന്ന പുണ്യം ഞങ്ങൾക്ക് മാമോദീസായിലും സ്ഥൈര്യലേപനത്തിലും കർത്താവിൻ്റെ പടയാളികളായി ആത്മീയ യുദ്ധം നടത്താനുള്ള കരുത്ത് ഞങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ടല്ലോ. ആ ദാനം ഞങ്ങളിൽ ധാരാളമായി വർദ്ധിപ്പിക്കാൻ വന്യനായ യൗസേപ്പേ ഈ ദിവസം ഞങ്ങളെ സഹായിക്കണമേ എന്ന് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ യേശുവിലേക്ക് തിരിഞ്ഞ് അതെ, ശക്തരാകണം, നമ്മൾ ധീരരാകണം. ദുർബലനായ ശിമയോനെ പിടിച്ച് ശക്തിയും ധീരതയുമുള്ള പാറയാക്കി മാറ്റിയ കർത്താവാണ് നമ്മുടെ കർത്താവ്. ആട്ടിടയനായ ദാവീദിനെ പിടിച്ച് ദേശത്തെ ഏറ്റവും വലിയ രാജാവാക്കിയും ഫിലിസ്ത്യരെയും ശത്രു സൈന്യങ്ങളെയും തോൽപ്പിച്ചു കളയാൻ വലിയ ബലവും കൊടുത്ത കർത്താവാണ് നമ്മുടെ കർത്താവ്. ഒട്ടേറെ മിഷണറിമാർക്ക് അവൻ ആത്മധൈര്യമാണ്. ഇന്നും വിശ്വാസം പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒട്ടേറെ മേഖലകളിൽ ജീവൻ പോലും വിലയായി കൊടുത്ത് വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ അവരുടെ ചങ്കിൽ അവർ സൂക്ഷിക്കുന്നത് യൗസേപ്പിൻ്റെ ധീരതയല്ലാതെ മറ്റെന്താണ്? ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ തലമുറയ്ക്ക് ധീരത ആവശ്യമുണ്ട്. എല്ലാത്തിനും കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സംസ്കാരം സഭയിലും സമൂഹങ്ങളിലും ധാരാളമായി വ്യാപിക്കുന്ന ഈ കാലത്ത് ആത്മധൈര്യം ഞങ്ങൾക്ക് തരണമേ, ധീരത ഞങ്ങൾക്ക് തരണമേ. മൗനം പാലിക്കേണ്ട ഇടങ്ങളിൽ മൗനം പാലിക്കാനും സംസാരിക്കേണ്ട ഇടങ്ങളിൽ വിവേകത്തോടെ സംസാരിക്കാനും ഞങ്ങളെ സഹായിക്കുന്ന ആത്മധൈര്യമെന്ന പുണ്യം കൊണ്ട് ഈ ദിവസം ഞങ്ങളെ നിറയ്ക്കുക. ഈശോയിലേക്ക് നമ്മളെ തന്നെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മധൈര്യത്തിൻ്റെ ആത്മാവേ, ഞങ്ങളിൽ ഓരോരുത്തരിലും വന്ന് നിറയണമേ. വിശ്വാസി സമൂഹത്തിൽ വന്ന് നിറയണമേ. പരിശുദ്ധ സഭയിൽ വന്ന് നിറയണമേ. സഭാ നേതാക്കന്മാരിൽ വന്ന് നിറയണമേ. സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയോട് നമുക്ക് പറയാം. ആത്മധൈര്യം എന്നിലേക്കുവാൻ ആത്മാവേ വന്നു വാഴണേ. ആത്മശക്തിയോടി മണ്ണിൽ മേവാൻ ആത്മവീര്യം നീ ഏകണേ. ആത്മധൈര്യം എന്നിലേക്കുവാൻ ആത്മാവേ വന്നു വാഴണേ. ആത്മശക്തിയോടി മണ്ണിൽ മേവാൻ ആത്മവീര്യം നീ ഏകണേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യൗസേപ്പിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെപ്പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തുപിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. ഓ സ്നേഹതാതനാം മാർ യൗസേപ്പേ, തിരുക്കുടുംബത്തിൻ്റെ പാലകനെ, സ്നേഹമോടെൻ്റെ ഗേഹത്തിൽ വന്ന്
വഴി കാട്ടിയിടണേ അനുദിനവും. സ്നേഹമോടെൻ്റെ ഗേഹത്തിൽ വന്ന വഴി കാട്ടിയിടണേ അനുദിനവും. താതാനിൻ ചാരയെപ്പോഴും എത്താമെന്ന ബോധ്യം ഞങ്ങൾക്കു നീയേകണേ. താതാനിൻ ചാരയെപ്പോഴും എത്താമെന്ന ബോധ്യം ഞങ്ങൾക്കു നീയേകണേ. തൻ പക്കലെത്തും നിൻ മക്കൾക്കായെന്നും അലിവോടെ മധ്യസ്ഥം തന്നരുൾക. തൻ പക്കലെത്തും നിൻ മക്കൾക്കായെന്നും അലിവോടെ മധ്യസ്ഥം തന്നരുൾക. പാലകാ നിന്നുടെ പാഥേയമാകും സുഹൃതങ്ങളിൽ എന്നെ വളർത്തണമേ. പാലകാ നിന്നുടെ പാഥേയമാകും സുഹൃതങ്ങളിൽ എന്നെ വളർത്തണമേ. പരിശുദ്ധയാകും ദൈവമാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധനാകും മാർ യൗസേപ്പേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പൂർവപിതാക്കന്മാരുടെ ദീപമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദൈവപുത്രന്റെ പാലകതാത, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഏറ്റം നീതിമാനാതാത, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്യന്തം നിർമ്മലനായൊരു താത, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഏറ്റം ജാഗ്രതയുള്ള പിതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. എത്രയും ശക്തനാം മാർ യൗസേപ്പേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അനുസരണം ബലിയാക്കിയ താത, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ലോകപാപം ഹനിക്കും ദിവ്യമേഷമേ, പാപങ്ങൾ പൊറുക്കണമേ. ലോകപാപം ഹനിക്കും ദിവ്യമേഷമേ, പ്രാർത്ഥന കേൾക്കണമേ. ലോകപാപം ഹനിക്കും ദിവ്യമേഷമേ, ഞങ്ങളെ അനുഗ്രഹിക്കൂ. താതനും സുതനും പരിശുദ്ധാത്മനും സ്തുതിയുണ്ടായിടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവീശോയെ, അങ്ങയുടെ ഏറ്റവും പരിശുദ്ധിയായ മാതാവിൻ്റെ വിരക്ത ഭർത്താവായ വിശുദ്ധ യൗസേപ്പിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാകുന്നു. എൻ്റെ ഉള്ളിലുള്ളവൻ
ലോകത്തുള്ളവനേക്കാൾ വലിയവനാകുന്നു. യേശു ഉള്ളിലുള്ളതാൽ അവൻ ദൈവമാകയാൽ ഞാൻ ഭയപ്പെടില്ല മേലിൽ. യേശു ഉള്ളിലുള്ളതാൽ അവൻ ദൈവമാകയാൽ ഞാൻ ഭയപ്പെടില്ല മേലിൽ. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, 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 ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.